ഇന്ന് പുലർച്ചെ പാക് ഭീകരകേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്ന വാർത്ത സൈന്യം പുറത്തുവിട്ടതിനു പിന്നാലെ മിസൈൽ വർഷം പോലെ വ്യാജ വാർത്തകളും പ്രചരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നമുക്കിടയിൽ വിഭാഗീയതയുടെ വിഷം പടർത്തുന്ന അത്തരം വാർത്തകളിൽ നിന്ന് ഈ സമയം അകലം പാലിക്കേണ്ടതുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കയ്യിൽ 50,000 രൂപയും ഇന്ധനം നിറച്ച വാഹനവും കരുതണമെന്ന് സർക്കാർ നിർദ്ദേശമെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നടക്കം വരുന്ന ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റു ചില വ്യാജ വാർത്തകൾ കൂടി നോക്കാം. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനം. റഫാൽ വിമാനങ്ങൾ ആക്രമിച്ചെന്ന വാർത്ത പുലർച്ചെ തൊട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടേതടക്കം പല എക്സ് ഹാൻഡിലുകളിലും ദൃശ്യങ്ങൾ സഹിതമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ചിത്രം പക്ഷേ ഇന്നത്തേതല്ല. 2024 രാജസ്ഥാനിലെ ബാർമറിൽ തകർന്ന മിഗ് വിമാനമാണിത്. ഇത് പാകിസ്ഥാൻ വെടിവെച്ചിട്ട വിമാനം എന്ന വാദം ഉയർത്തിയത് മാധ്യമപ്രവർത്തകനായ ഹാമിദ് മിർ എന്ന ആളാണ്. ജാംനഗറിൽ കഴിഞ്ഞ മാസം വ്യോമസേന വിമാനം തകർന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു ഹിന്ദി ചാനലിന്റെ ദൃശ്യങ്ങളിൽ എഡിറ്റ് ചെയ്ത് ചേർത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതും തെറ്റാണ്. ശ്രീനഗർ എയർബേസ് അടക്കം ഇന്ത്യയിലെ 15 കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു റിപ്പോർട്ട്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഇതുവരെയും അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. 2018 ജൂണിൽ മരിച്ച ഒരു ഇന്ത്യൻ സൈനികന്റെ ചിത്രം കൊടുത്ത് ഇത് ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളെന്നാണ് പ്രചാരണം നടക്കുന്നത്. ഇതും തെറ്റാണ്. ഇന്ത്യൻ സൈനികരെന്ന വ്യാജേന തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബൈർ സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുന്നിലെത്തുന്ന എന്തും വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു സമയത്ത്. വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ എന്ന പോലെ വ്യാജ മുന്നറിയിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് സൈബർ നിയമപ്രകാരം കുറ്റകരമാണെന്ന് പ്രത്യേകം ഓർക്കുക.